ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ രാവിലെ കാപ്പിപ്പൊടിയൊക്കെ കഴിഞ്ഞ് ഞാൻ അപ്പൂസിനെ തിരക്കി പോയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അപ്പൂസ് പുറകെ വന്ന് വീഡിയോ എടുത്ത് തന്നതാണ്. അന്നേരം നമ്മുടെ ഇവിടെ കൊയ്ത്താണ്. കൊയ്ത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടനാട്ടുകാരുടെ ഒരു ഉത്സവം തന്നെയാണ് കേട്ടോ. അന്നേരം ഞാൻ എൻ്റെ നേരത്തെ വീഡിയോയിലെല്ലാം എല്ലാ വർഷവും ഞാൻ കാണിക്കുന്നതാണ് കൊയ്ത്ത്. മിഷ്യനാണ് നമുക്ക് നിങ്ങൾക്കറിയാമല്ലോ, കണ്ടത്തിലൊക്കെ മിഷ്യനാണ് കൊയ്യുന്നത്. അന്നേരം നമ്മുടെ ഈ സമയത്താണ് കൊയ്ത്ത് കേട്ടോ. അന്നേരം എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ബീന കൊയ്ത്തൊക്കെ ആയോ എന്ന് ചോദിച്ച്. അന്നേരം നമുക്ക് ഇന്ന് നമ്മുടെ കണ്ടത്തിൽ മിഷ്യൻ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അന്നേരം ഞാൻ ഇന്ന് അങ്ങോട്ട് പോയിട്ടില്ല. അന്നേരം നമ്മുടെ അപ്പൂസ് ഇങ്ങനെ അവധിയാണല്ലോ, നാളെ തുടങ്ങി എക്സാമാണ് കേട്ടോ. അപ്പം കൊയ്ത്ത് മിഷ്യൻ കാണാൻ വേണ്ടി അവൻ ഓടി ഓടി പോകുന്നതാണ്. നമ്മുടെ കണ്ടത്തിൽ മിഷ്യൻ ഇറങ്ങിയെന്ന് പറഞ്ഞില്ല. അതിന് ഞാൻ അവനെ തപ്പി ഒന്ന് പോയതാണ് കേട്ടോ. അന്നേരം വിളിച്ചുകൊണ്ട് വരുവാണ്, കാരണം ട്യൂഷന് പോകണം കേട്ടോ. അതിന് വേണ്ടി ഞാൻ പോയി വിളിച്ചുകൊണ്ട് വന്നപ്പം നമ്മുടെ വള്ളക്കാരൻ ചേട്ടൻ വന്നു. അപ്പം പിന്നെ സാധനങ്ങൾ കൂടി വാങ്ങിച്ചുകൊണ്ട് ഞാൻ അകത്തോട്ടം കയറുവാണ്. അപ്പം നമ്മുടെ അപ്പൂസിന് പറ്റിയ ബിസ്ക്കറ്റൊക്കെ അതിനകത്ത് തപ്പുവാണ് കേട്ടോ. അവനത് വേണ്ട ഇത് വേണ്ടെന്നൊക്കെ പറഞ്ഞ് ഓരോ ബിസ്ക്കറ്റ് ഇഷ്ടമുള്ളതൊക്കെ എടുത്ത്, പിന്നെന്താണ് കപ്പ വറുത്തതോ പക്കാവട, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. എല്ലാ ആഴ്ചയിലും നമ്മുടെ ഈ വള്ളത്തിൽ സാധനങ്ങൾ മാർക്കറ്റിൽ ചെന്ന് എടുത്തുകൊണ്ട് വരുന്നതാണ് കേട്ടോ. അങ്ങനെ ഞാൻ വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് അകത്തോട്ട് കയറുവാണ്. അപ്പോൾ ഇതുവരെ ഞാൻ കാപ്പി കുടിച്ചിട്ടില്ല കേട്ടോ. കാരണം രാവിലെ എല്ലാം ഉണ്ടാക്കി വെച്ച് ടിനോപ്പം പോയി. കൊയ്ത്തൊക്കെ ആയതുകൊണ്ട് ചേട്ടനൊന്നും ഇന്ന് പോയിട്ടില്ല കേട്ടോ. ഞാൻ പിന്നെ സാധനങ്ങളൊക്കെ കൊണ്ട് വെച്ചിട്ട് തീ അങ്ങ് കത്തിച്ച് അരി ഇട്ട് കൊടുക്കുകയാണ്. കാരണം നല്ല വേവുള്ള അരിയാണ്. ഇപ്പോൾ ഇട്ടാലേ ഉച്ചയാകുമ്പോഴത്തേന് വേഗത്തുള്ളൂ കേട്ടോ. ഇവർക്കാർക്കും പോകണ്ടാത്തതുകൊണ്ട് രാവിലെ ടിനോപ്പൻ ഇഡലിയും സാമ്പാറും ആയിരുന്നു, അതാണ് കൊണ്ടുപോയത്. അവരെല്ലാവരും കാപ്പി കുടിച്ചു കേട്ടോ. ഞാനേ ഉള്ളൂ കാപ്പി കുടിക്കാത്തത്. അങ്ങനെ ഞാൻ തീയൊക്കെ കത്തിച്ച് കലമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറേ പാത്രങ്ങളൊക്കെ ഉണ്ട് കഴുകാൻ. പിന്നെ ഇഡലിയാണെന്ന് പറഞ്ഞല്ലോ, രാവിലത്തെ ഒരു തട്ട് ഇഡലി ഉണ്ടാക്കിയപ്പോൾ എല്ലാവരും കഴിച്ച് കൊണ്ടുപോവുകയൊക്കെ ചെയ്തു. പിന്നെ ഞാൻ രണ്ടാമത്തെ തട്ട് ഒഴിച്ച് വെച്ചിട്ടാണ് പോയത് കേട്ടോ. അതൊന്ന് എടുത്ത് ഒന്ന് പാത്രത്തിലോട്ട് ഇടുവാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ചൂടായതുകൊണ്ട് വിശപ്പൊന്നുമില്ല എനിക്ക് കേട്ടോ. ഇങ്ങനെ വെള്ളം കുടിച്ച് അങ്ങ് നടക്കും. അപ്പം ഭയങ്കര ദാഹമാണ് കേട്ടോ. അന്നേരം വെള്ളം കുടിക്കുന്നതുകൊണ്ടായിരിക്കും വിശപ്പില്ലാത്തത്. അന്നേരം പിന്നെ ഞാൻ സാമ്പാർ വെച്ചതിൻ്റെ ബാലൻസ് സാമ്പാറാണ് എടുത്ത് ഒരു പാത്രത്തിലോട്ട് അങ്ങ് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് ഉച്ചക്കത്തേക്ക് ഇനിയും കറി ആയിട്ടൊന്നും വെക്കേണ്ടല്ലോ. അന്നേരം നമ്മുടെ സോഫ്റ്റായിട്ടുള്ള ഇഡലിയും സാമ്പാറും ഒക്കെ തന്നെ ഞാൻ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ പാത്രങ്ങൾ കണ്ടോ കൂടി കിടക്കുകയാണ് കേട്ടോ. രാവിലെ തൊട്ട് ഞാനൊരു ബേസിനകത്ത് എടുത്ത് വെച്ചിരുന്നതാണ്. അന്നേരം ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ട് കഴുകിയിട്ടില്ല കേട്ടോ. അന്നേരം പാത്രം കഴുകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പണിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു ജോലി എന്ന് പറഞ്ഞാൽ ഈ പാത്രം കഴുകാണ് കേട്ടോ. നമ്മൾ എത്ര കഴുകി വെച്ചാലും തീരത്തില്ല. എപ്പം വന്ന് നോക്കിയാലും ഈ വാഷ് ബേസിന് 2-3 പാത്രം കാണും കേട്ടോ. അന്നേരം നമ്മുടെ അപ്പൂസ് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ട്യൂഷനൊക്കെ പോകാൻ വേണ്ടി അടുത്ത ഡ്രസ്സൊക്കെ ഇട്ട് കേട്ടോ. അന്നേരം ഈ ഡ്രസ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ നിൽക്കുന്ന ദിവസം ചൂടല്ലേ, ഒന്ന് വേർക്കുമ്പോൾ അടുത്തത് മാറും അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി ഇനിയിപ്പം അരി ഒന്നിട്ട് കൊടുക്കണം. അന്നേരം ഇന്നലെ ഞാൻ ചൂരക്കറി കഴിഞ്ഞ ദിവസം വെച്ചതൊക്കെ ബാലൻസ് ഇരിപ്പുണ്ട് കേട്ടോ. അതൊന്നുകൂടെ ഒന്ന് റെഡിയാക്കി എടുക്കും കേട്ടോ. അന്നേരം ഇച്ചിരി കടുവൊക്കെ പൊട്ടിച്ച് കുറച്ചുകൂടെ മുളക് പൊടിയൊക്കെ ചേർത്തൊന്ന് വഴറ്റി ഈ മീൻ കറിക്കകത്തോട്ട് ചേർത്ത് കൊടുക്കും കേട്ടോ. എന്നിട്ട് നല്ലവണ്ണം നിങ്ങൾ തോരെ പറ്റിക്കും. അന്നേരം നല്ല അന്നേരം വെച്ച കറി പോലെ ഇരിക്കും കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യാറുണ്ടെങ്കിൽ പറയണം. പുളി വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. പക്ഷേ എൻ്റെ മീനിന് പുളി ഉപ്പും ഒക്കെ നല്ലവണ്ണം ഉണ്ടായിരുന്നു, എരിവ് കുറവായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഈ പ്രാവശ്യം വാങ്ങിയ മുളക് പൊടി ഇച്ചിരി എരിവ് കൂടുതലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കുറച്ചിട്ട് കൊടുത്തത്. അതുകൊണ്ട് ഇന്ന് ഞാനത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അന്നേരം നമ്മൾ അരിയൊക്കെ ഇട്ട് കൊടുത്ത് ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് തുണിയുണ്ട് കേട്ടോ. മക്കളുടെ യൂണിഫോമൊക്കെ ഒന്ന് കഴുകിയിടണം. യൂണിഫോം മാത്രമേ ഉള്ളൂ കേട്ടോ. അന്നേരം ഞാൻ ഓർത്ത് ഇപ്പം വെയിലങ്ങ് മങ്ങി വരുവാണ്, ചിലപ്പം മഴ പെയ്യുമോ എന്ന് ചോദിച്ചാൽ ഇല്ല, എന്നാൽ ഭയങ്കര മൂടാപ്പുമാണ്. അത് കാണുമ്പോൾ നമ്മൾ ഓർക്കും
മഴ പെയ്യുമെന്ന് കേട്ടോ. അന്നേരം കഴിഞ്ഞ ദിവസം രാവിലെ ഒരു മഴ പെയ്തെന്ന് പറഞ്ഞല്ലോ, അന്ന് പെയ്തതേ ഉള്ളൂ. പിന്നെ ഇവിടെ മഴ പെയ്തിട്ടില്ല. മഴ പെയ്യലേന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു കേട്ടോ. കാരണം ഞങ്ങളുടെ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് നെല്ലൊക്കെ കൊടുത്തിട്ട് മഴ പെയ്താൽ മതിയെന്ന്. കാരണം അത് വീണ് പോയാൽ പിന്നെ കൊയ്യാനൊക്കെ ഭയങ്കര പാടാണല്ലോ. അന്നേരം കഴിഞ്ഞ ദിവസം രാവിലെ മഴ പെയ്തപ്പം ഒരുപാട് പേര് എന്നോട് പറഞ്ഞു, ബീന മഴ കിട്ടിയല്ലോ എന്ന്. പക്ഷേ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നെഞ്ചി തീയായിരുന്നു കേട്ടോ മഴ പെയ്തപ്പോഴത്തേന്. കാരണം ഞങ്ങൾക്കൊക്കെ എല്ലാവർക്കും കുട്ടനാട്ടിൽ കൃഷിയാണല്ലോ ഉള്ളത്. അപ്പം ഇത്രയും നാൾ കഷ്ടപ്പെട്ടതിൻ്റെ ഫലം നമുക്ക് ഈ കൊയ്ത്ത് സമയത്ത് നഷ്ടപ്പെട്ടു പോയാൽ അതിൻ്റെ വിഷമം നമുക്കറിയാമല്ലോ. നിങ്ങൾക്ക് പറയാതെ തന്നെ മനസ്സിലാവില്ല. അതിന് മഴ പെയ്യലേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. എത്ര ചൂടാന്ന് പറഞ്ഞാലും ഞങ്ങൾ മഴ പെയ്യലേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഇനിയിപ്പം നമ്മുടെ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് എല്ലാവരുടെയും നെല്ലും ഒക്കെ കൊടുത്തു കഴിഞ്ഞ് മഴ പെയ്യും കേട്ടോ. ഇനി മഴക്കാലം വരുമ്പോൾ ഞങ്ങൾക്കിനി അതിലും ബുദ്ധിമുട്ടാണ്. ഈ സമയത്തൊക്കെ കുട്ടനാട് കാണാനും ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ഭയങ്കര രസമാണ്. കഴിഞ്ഞ ദിവസം ജോമ ചേച്ചി എൻ്റെ വീഡിയോ കണ്ടിട്ട് പറഞ്ഞു, ഹസ്ബൻഡ് വരുമ്പോൾ ഞാൻ വീടിനടുത്ത് വരുമെന്ന്. അന്നേരം ഇതൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങോട്ട് വരാൻ. പക്ഷെ മഴക്കാലം വരുമ്പോഴത്തേനും ആരും വരത്തില്ല കേട്ടോ. അതുപോലാണ്, വെള്ളം കയറും പെട്ടെന്നാണ്. മഴക്കാലം വരുമ്പോൾ നമുക്ക് മുറ്റത്തും റോഡിലും ഒക്കെ വെള്ളപ്പൊക്കമായിരിക്കും കേട്ടോ. അന്നേരം ചെറിയൊരു മഴ പെയ്താൽ പോലും നമുക്ക് ആ പ്രയാസം ഉണ്ടാകും കേട്ടോ മഴക്കാലം ആകുമ്പോൾ. അല്ലെങ്കിൽ ഈ സമയത്തൊന്നും കുഴപ്പമൊന്നുമില്ല, നല്ല രസമാണ് കേട്ടോ. അങ്ങനെയൊക്കെയാണ് കുട്ടനാട്ടിലെ വിശേഷങ്ങൾ. ഈ സമയത്ത് ഞാൻ തന്നെ മീൻ കറി ഒന്ന് റെഡിയാക്കി എടുത്തു കേട്ടോ. മീൻ കറി ഞാൻ പറഞ്ഞില്ലേ, കടുവൊക്കെ പൊട്ടിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ഒന്ന് നല്ലവണ്ണം മൂപ്പിച്ച്, വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കാം. പക്ഷേ ഇതിന് ഗ്രേവി ഉള്ളതുകൊണ്ട് ഞാൻ ഒഴിച്ചിട്ടില്ല കേട്ടോ. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പം നമ്മുടെ ചോറൊക്കെ തന്നെ വേകാറായിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്, തീ കത്തിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ചീനച്ചട്ടിയോടെ കഴുകി വെച്ച് കേട്ടോ. പാത്രങ്ങൾ മുഴുവൻ ഞാനിപ്പം കഴുകിയിട്ടുണ്ട്. പക്ഷേ അപ്പൂസൊക്കെ ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് ടാങ്ക് കലക്കും, നാരങ്ങ പിഴിയും, അങ്ങനെ പല പണികളാണിവിടെ. ഈ സമയത്ത് ഞാൻ കുറേ വെള്ളം എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. കാരണം ഞാൻ വെള്ളം കുടിക്കാൻ മറന്നു പോകും. അതിന് ഞാൻ എൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ പാത്രത്തിൽ വെള്ളം എടുത്തെടുത്ത് വെച്ചിരിക്കുകയാണ്. അന്നേരം അത് കാണുമ്പോൾ നമ്മളങ്ങ് കുടിക്കുമല്ലോ. അങ്ങനെയൊക്കെയാണ്. അന്നേരം നമ്മുടെ മീൻ കറിയൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ സാമ്പാറുണ്ട്. സാമ്പാർ നമ്മൾ രാവിലെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഉച്ചയ്ക്ക് ഇച്ചിരി കാണും കേട്ടോ. അന്നേരം ഞാൻ പിന്നെ പ്രത്യേകിച്ച് കറിയൊന്നും വെച്ചില്ല. പിന്നെ നമ്മൾ ചൂരയുടെ കുറച്ചെടുത്ത് വറക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ഇന്നലത്തെ മീൻ കറി. ഇനി ഞാൻ റെഡിയാക്കി എടുത്തത്. സാമ്പാറുണ്ട്, പിന്നെ കുറച്ച് ചൂരയുണ്ട്, അത് വറക്കാനിട്ട്. ഇത് രാവിലെ ഞാൻ വെച്ച മെഴുക്കുവരട്ടിയാണ് കേട്ടോ. ചോറ് കൊണ്ടുപോകാനായിട്ട് ടിനോപ്പന് വെച്ചതാണ്. അവൻ ഈ ചോറൊന്നും ഈ 2 കുഞ്ഞുങ്ങളും കൊണ്ടുപോകത്തില്ല. അവർക്ക് പലഹാരം മാത്രം മതി കേട്ടോ. എനിക്കും അതുപോലെയാണ്. ഉച്ചയ്ക്ക് ചോറിനെക്കാട്ടി ഇഷ്ടം പലഹാരമാണ്. എൻ്റെ ആ ശീലമാണ് കുഞ്ഞുങ്ങൾക്കും കേട്ടോ. അങ്ങനെ ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു 3 മണിയായപ്പോഴത്തേക്ക് ഞാൻ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് കയറിയതാണ് കേട്ടോ. ഇത് അമൃതം പൊടി വെച്ചാണ് ഞാൻ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. മിക്കവാറും ഞാൻ അമൃതം പൊടി വെച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കാറുണ്ട് കേട്ടോ. നല്ല ഉണ്ണിയപ്പമാണ്, നല്ല സോഫ്റ്റായിട്ടുള്ള ഉണ്ണിയപ്പമാണ്. അന്നേരം ഇതിനകത്തേക്ക് നമുക്ക് ഇച്ചിരി ക്രിസ്പിക്ക് വേണ്ടി കുറച്ച് അരിപ്പൊടിയോ കുറച്ച് റവയോ ഒക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. പക്ഷേ ഇത് രണ്ടും എൻ്റെ കയ്യിലില്ലായിരുന്നു. ഞാൻ അന്നേരം അമൃതം പൊടിയും 2-3 പഴം, കുറച്ച് ശർക്കര ഒന്ന് ഉരുക്കി ചേർത്തു. അന്നേരം അമൃതം പൊടിക്ക് മധുരം ഉള്ളതുകൊണ്ട് ഒരുപാട് ശർക്കരയുടെ ആവശ്യമൊന്നുമില്ല, കുറച്ചേ എടുത്തുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് ഏലക്ക പൊടിച്ചത്. പിന്നെ അതിനകത്തേക്ക് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ തേങ്ങാക്കൊത്ത് വറുത്ത് ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ തേങ്ങയൊക്കെ ഉണ്ട്, വറുത്ത് ചേർക്കാനുള്ള മടി കൊണ്ട് ഞാൻ ചേർത്തില്ല. അപ്പം ഞാൻ കോരി ഒഴിച്ച കൂട്ടത്തിൽ ഇച്ചിരി പരന്ന് പോയി. എന്നിട്ട് നിങ്ങളോർക്കും ഇത് കിളുകിളാന്നിരിക്കുന്ന പോലെ തോന്നും. അങ്ങനെയൊന്നുമില്ല കേട്ടോ. നല്ല സോഫ്റ്റായിട്ടുള്ള അകമൊക്കെ നല്ല വെന്തിയ നല്ല ഉണ്ണിയപ്പമാണ്. ഈ അമൃതം പൊടി തന്നെ വെച്ചാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. നേരത്തെയൊക്കെ ഞാൻ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് അരിപ്പൊടി പിന്നെ റവയൊക്കെ ചേർത്ത് കൊടുക്കുമായിരുന്നു. ഇന്ന് ഞാൻ പറഞ്ഞില്ല, നോക്കിയിട്ട് രണ്ടുമില്ല. അപ്പം പിന്നെ ഞാൻ വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണ്ടേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ വൈകുന്നേരവും രാവിലെയും പലഹാരം ഉണ്ടാക്കുന്നതുകൊണ്ട് അവർക്ക് ചോറുണ്ണാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അന്നേരം വൈകുന്നേരം എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സ് വാങ്ങിക്കൊടുക്കും കേട്ടോ. അതൊരു ശീലമായി പോയി. അന്നേരം എനിക്ക് ഈ 4 മണിയാകുമ്പം വെപ്രാളമാണ് ഇവർക്ക് എന്താ കൊടുക്കേണ്ടത് കേട്ടോ. അന്നേരം ഞാനിങ്ങനെയൊക്കെ ഉണ്ടാക്കും. എനിക്ക് തന്നെയല്ല, എല്ലാ അമ്മമാർക്കും അങ്ങനെയാണ്. പ്രത്യേകിച്ച് അപ്പൂസിൻ്റെയൊക്കെ പ്രായമുള്ളവർക്കൊക്കെ ചോറിനാൻ ഭയങ്കര മടിയാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിക്കാനാണ് താല്പര്യം അല്ലേ. അന്നേരം ഞാൻ
ഉണ്ണിയപ്പമൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. ഒരു ചെറിയ ഗ്ലാസ് മാവേ ഞാൻ എടുത്തിട്ടുള്ളായിരുന്നു. ആ മാവിനകത്തേക്ക് ഞാൻ 2-3 ചെറിയ പഴം ഉടച്ച് ചേർത്തു. നമുക്കത് ടൈറ്റാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അന്നേരം നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട്. അന്നേരം ഞാൻ ചായയോടെ അനത്തിയിട്ട് ഞാനൊരെണ്ണം എടുത്ത് കഴിക്കാൻ പോവാണ് കേട്ടോ. അന്നേരം അപ്പൂസൊക്കെ ഞാൻ പറഞ്ഞില്ലേ മിഷ്യൻ്റെ അടുത്ത് പോയി നിൽക്കുകയാണ്. അവർ വരുമ്പം കഴിച്ചോളും കേട്ടോ. അന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു. എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ടാറ്റാ.